കൊന്നിച്ചുവ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ സീസൺ 2 എപ്പിസോഡ് 11 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് 5 പേർക്കാണ് താങ്ക്സ് പറയാനുള്ളത്. ആദ്യം തന്നെ ജോൺ ബ്രോയും ഷാലു ബ്രോയും 2 വാരിയേഴ്സ് ബ്രോയും പിന്നെ നമ്മുടെ സൽമാൻ ബ്രോ നമ്മുടെ സ്ഥിരം സപ്പോർട്ടറാണ് കേട്ടോ. ഇവർ 4 പേർ നമുക്ക് 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ അനന്ത് ബ്രോ ആണ്. പുള്ളിക്കാരൻ നമുക്ക് 100 രൂപയാണ് സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുള്ളത്. അനന്ത് ബ്രോ, റിയലി താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതേപോലെ ഇതിലും കിഡിലും കണ്ടൻസൊക്കെ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ താഴത്ത് ഹൈ ബട്ടൺ കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ വലിയ സപ്പോർട്ട് തന്നെയായിരിക്കും കേട്ടോ. എന്തായാലും അധികമൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് അവരെല്ലാവരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഈ ടൈം തന്നെ പാക് ഡൂജിൻ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? എൻ്റെ പേര് ആർഷ എന്നാണ്. ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാനിന്ന് വന്നേക്കുന്നത് നിനക്ക് ഒരു പ്രപ്പോസലായിട്ടാണ്. പ്രപ്പോസലോ? ആദ്യം നീ എങ്ങനെയാണ് എന്നെ കണ്ടെത്തിയെന്ന് പറ. അത് പ്യൂർലി ഒരു കോയിൻസിഡൻസ് മാത്രമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സ്റ്റാർഡസ്റ്റിനെ പറ്റിയുള്ള ഒറിജിനെ ഇൻവെസ്റ്റിഗേറ്റ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഈ ലീ മിൻസങ്ങായുള്ള ഡിസ്ട്രിബ്യൂട്ടറിനെ ഞാൻ പരിചയപ്പെട്ടത്. ആൻഡ് ആ ഒരു പ്രോസസ്സിൽ വെച്ച് തന്നെ ഇറ്റാരത്തിൻ്റെ അപ്പോസ്റ്റിൽ നിന്ന് വിളിക്കുന്ന ഒരാളെ പറ്റി ഞാൻ അറിയാനിടയുണ്ടായി. അതുമാത്രമല്ല എൻ്റെ സബോർഡിനേറ്റ്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇൻഫോർമേഷൻസൊക്കെ ഗ്യാദർ ചെയ്യാനുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു ഈച്ചനെ 2ആയിട്ട് മുറിച്ച് കളഞ്ഞ് അവളുടെ ശരീരത്തിലേക്ക് അവർ 3 പേര് വന്ന് കുന്തോ സോഡോ ഒക്കെ കുത്തിയിറക്കുന്നു. അവർ വിചാരിക്കാൻ നേരത്ത് ഇവളെ ഡിഫീറ്റ് ചെയ്യുന്നതാണ് ഓർത്തത്. പക്ഷേ ആ ടൈമിൽ അവൾ പറയുന്നുണ്ട്, നിങ്ങളുടെ അറ്റാക്കൊക്കെ സത്യം പറഞ്ഞാൽ പോയിന്റ്ലെസ് ആണ്. ഇവിടെ ഉള്ളത് ഒരു ക്ലോൺ മാത്രമാണ്. നീ പേടിക്കണ്ട. നിന്റെ പേടി എന്ന് പറയുന്നത് നിന്റെ ഐഡൻറ്റിറ്റി ഞാൻ റിവീൽ ചെയ്യുന്നല്ലേ. അതെന്തായാലും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ഞാൻ എവിടേക്ക് വന്നത് നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ്. അതിനെ തെളിവായിട്ട് ഇതൊന്നും നോക്കിയെന്നും പറഞ്ഞിട്ട് ഒരു സാധനം അവൻ്റെ നേരെ വെച്ച് നീട്ടുന്നുണ്ട്. ഇത് ഞാൻ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത സ്റ്റാർ ഫ്രേഗ്മെൻറ്റ്സ് ആണ്. ഇതിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇതുകൊണ്ട് ഒരു എസ് റാങ്കിന് വരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റും. സോൾ ഫയറും മിസ്റ്റ് ബേണും ഫ്രാഗ്മെൻറ്റ്സും എല്ലാം കുറച്ചുകൂടെ സ്ട്രോങ്ങറും കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുണ്ടല്ലോ. ഇവൾ ഇത്ര നല്ല കോംപ്ലക്സ് ഉള്ള സ്പെല്ല് സ്റ്റേബിലൈസ് ചെയ്തോ? ആ ടൈമിൽ തന്നെ അവൾ പറയുന്നുണ്ട്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സപ്ലൈ നിനക്ക് തരാവുന്നതേ ഉള്ളൂ. അതിന് പകരമായിട്ട് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. സങ് സുഹുവിനെയും അതേപോലെ മൊണാർക്ക് ഓഫ് ദി ഷാഡോസിനെയും ഡിഫീറ്റ് ചെയ്യണം. അല്ല, നീ എന്തിനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്? ഞാൻ ഈ ലോകത്തെ ഒരാൾ പോലും അല്ലല്ലോ. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനൊന്ന് പറയട്ടെ, ഞാൻ ഈ ലോകത്തെ ഒരാളാണ്. പക്ഷേ ഞാൻ ആരുടെ കൂടെ നിൽക്കണമെന്ന് അതാരും പറയേണ്ട കാര്യമില്ലല്ലോ. നീ ചോദ്യത്തിന് ഉത്തരം പറയാൻ നോക്ക്, അല്ലാതെ മറു ചോദ്യമല്ല ചോദിക്കേണ്ടത്. ആദ്യം നീ തന്നെ പറ, നിനക്ക് എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ലീ മിൻസിങ് ജീവനോട് ഉള്ളപ്പോൾ തന്നെ നിനക്ക് എന്നെ സഹായിക്കാമായിരുന്നല്ലോ. അല്ല, നിനക്ക് ഈ പെമ്പിളാരെന്ന് പറഞ്ഞൂടെ? അവർക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ബോയ്സിനൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഇതെൻ്റെ ചോയ്സ് അല്ലേ ഞാൻ ആരുടെ കൂടെ നിൽക്കണമെന്ന്? ഞാൻ ഒബ്വിയസ്ലി ചൂസ് ചെയ്തത് എനിക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉള്ള ഒരു സൈഡല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചത്. പിന്നെ സങ് സുഹുനെ പോലെ ഞാനും ഒരു മൊണാർക്കിൻ്റെ ഡിസെൻഡൻ്റ് ആണ്. അതുമാത്രമല്ല ആ ഒരു കൺക്ലൂഷൻ വെച്ച് നോക്കാൻ നിർത്തി എനിക്ക് എന്നാലും അവൻ്റെ കൂടെ മൊണാർക്ക് ഓഫ് ദി ഷാഡോസിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നതുമല്ല. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അവൻ്റെ പോലത്തെ പവേഴ്സ് നിനക്കുമുണ്ടെന്നാണോ? നീ പറയുന്നത് ഷാഡോ അതോറിറ്റി അല്ലേ? എനിക്ക് ആ പവറല്ല, പക്ഷേ എനിക്ക് മറ്റു പവറാണുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്നായിരുന്നു നമ്മുടെ ലീ മിൻസിങ്ങിൻ്റെ പുറകിലെ ആ ഒരു മോൺസ്റ്റർ ചാടി എണീറ്റത്. അവൻ പറയുന്നുണ്ട്, അപ്പോൾ ഇതിനെ കൊന്നില്ലായിരുന്നു. ആ ഒരു മോൺസ്റ്റർ ഇവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്ന സെക്കൻഡ് തന്നെ എന്തോ ഒന്ന് അതിൻ്റെ കഴുത്തിന് ചുറ്റിനും വന്ന് കൂടാൻ തുടങ്ങും. എന്നിട്ട് പെട്ടെന്നായിരുന്നു എൻ്റെ കഴുത്ത് തന്നെ മുറിഞ്ഞ് 2ആയിട്ട് പോകുന്നത്. ആ ടൈമിൽ തന്നെ ആൾ പറയുന്നുണ്ട്, ഞാൻ ഡിസെൻഡൻറ്റ് ഓഫ് ദി പ്ലേഗ് ആണ് ആൻഡ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. എന്ത് പറയുന്നു? എനിമിയുടെ എനിമി ഫ്രണ്ടാണെന്നല്ലേ. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് രണ്ടുപേർക്കും ബെനിഫിറ്റ് അല്ലേ കിട്ടാൻ പോകുന്നത്. പിന്നെ കാണിക്കുന്ന ഒരു ഗേറ്റിൻ്റെ അകത്ത് ഒരാൾ പുറത്തേക്ക് വരുന്നതായിരുന്നു. അത് നമ്മുടെ ആർഷയായിരുന്നു. അവളാട്ടെ ഒരു ബ്ലൂ ഗേറ്റിൻ്റെ അകത്തു നിന്നാണ് പുറത്തേക്ക് വന്നത്. അവളെ തേടി 2 പേരോടെ നിൽപ്പുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പെങ്കൊച്ച് ചോദിക്കുന്നുണ്ട്, അല്ല നെഗോഷിയേഷൻ എങ്ങനെ പോയി? അത്യാവശ്യം നന്നായിട്ട് തന്നെ പോയോ? പിന്നെ അല്ലാതെ അവൻ എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. ആർഷ, എനിക്കറിയാമായിരുന്നു നീ അടിപൊളിയാണെന്ന്. എന്തായാലും പിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഈ സമയത്ത് തന്നെ അവളുടെ കൂടെ 2 പേരുണ്ടായിരുന്നു. അതുമാത്രമല്ല ആർഷ അവ പറയുന്നുണ്ട്, പാക് ഡൂജിൻ ഇറ്റാരത്തിൻ്റെ അപ്പോസിൽ. പക്ഷേ ഞാൻ ആകെപ്പാട് ചെയ്തത് അവൻ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയതാണ്. എന്നാലും ആര് നോക്കുന്നതൊക്കെ ഞാൻ ഉദ്ദേശിച്ചതിലും പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. മൊണാർക്ക് ഓഫ് ദി ഷാഡോസ് അവന് ഒരു എതിരാളി തന്നെയാണ്. പക്ഷേ ആരും നോക്കുന്നത് സിസ്റ്റം ഈ ഒരു ഓർഡർ തരാനായിട്ട് എന്തെങ്കിലും
പർട്ടിക്കുലർ അല്ല ഒരു റീസൺ കാണും. പിന്നെ കാണിക്കുന്നത് അവളുടെ ഫ്രണ്ടിൽ ഒരു സിസ്റ്റത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ഉള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ സങ് സുഹുവിനുള്ളതുപോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അവളുടെ ഫ്രണ്ടിലുമുണ്ട്. ആൻഡ് അവൾ പറയുകയും ചെയ്യും, ഇനി എന്തായാലും അധികം സമയമൊന്നും വേണ്ട, നമുക്ക് മോണാർക്സ് ആക്കി മാറാനായിട്ട്. അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവൻ പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ഒരു ബെസ്റ്റ് ഓഫർ മേക്ക് ചെയ്യാനായിട്ടാണ് വന്നത്. ഒരു റാങ്ക് ഗേറ്റ് റേറ്റ് ചെയ്യാനുണ്ട്. സോ താങ്കൾക്ക് ഞങ്ങളുടെ ഫെയിം ഗിൽഡിലൂടെ വരാൻ സാധിക്കുമോ? ഞാൻ നിങ്ങളോട് ഒത്തിരി അധികം തവണ പറഞ്ഞില്ലേ, ഞാൻ ഒരിക്കലും റാങ്കും അതിന് മേലുള്ള ഗേറ്റ്സിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ലെന്ന്. എൻ്റെ പേര് ലീവ് ഇൻ സിയോക്ക് എന്നായിരുന്നു. അല്ല, താങ്കൾ എന്താണ് ഈ പറയുന്നത്? താങ്കൾ ഒരു റാങ്കാണെന്ന് ആലോചിക്കണം. സോ താങ്കൾ ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയാനുള്ളതല്ല എബിലിറ്റീസൊക്കെ. താങ്കൾ ഞങ്ങളുടെ ഗിൽഡിൽ വാ, ഞങ്ങൾക്ക് താങ്കൾക്ക് എങ്ങനെ വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. എടാ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എത്ര വലിയ കണ്ടീഷൻ ചെയ്താലും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും റിസ്ക് എടുക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഈ കൊറിയയിലെ തന്നെ വൺ ഓഫ് ദി ഫ്യൂ റാങ്കിൽ ഒരാളാണ് താങ്കൾ. ഒരു റാങ്കൊക്കെ താങ്കൾക്ക് സൂപ്പറായിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. എടാ, എനിക്കറിയാം, പക്ഷേ റീസെൻ്റ്ലി കുറേ നൈറ്റ് മെയർസ് ഞാൻ കാണുന്നുണ്ട്. എല്ലാ ദിവസവും ഓരോ ബീസ്റ്റ് വന്ന് എന്നെ കൊന്നു തിന്നുവാണ്. എൻ്റെ കൈ, എൻ്റെ കാൽ, എൻ്റെ ഹൃദയം, അതെല്ലാം അവർ വലിച്ച് പറിച്ച് അവരെന്നെ കൊന്നു തിന്നുവാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു റാങ്കായിട്ട് എന്ത് കാര്യം? ഒരു ഹണ്ടറിന് മാജിക് ബീസ്റ്റിനൊക്കെ പേടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങൾക്കൊന്ന് പോകാൻ സാധിക്കുമോ? നിങ്ങൾ ഇവിടേക്ക് വരുന്നത് തന്നെ തെറ്റാണ്. അത് കഴിയാൻ നേരത്ത് അവരിവിടെ നിന്ന് പോകുന്നുണ്ട്. അവനായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ പറഞ്ഞുണ്ട്, കോപ്പ്, ഞാൻ എന്തൊരു മനുഷ്യനാണല്ലേ. ആ ടൈമിൽ തന്നെ അവർ പറയുന്നുണ്ട്, സൻബേ നമുക്കപ്പോൾ പോകാൻ സാധിക്കുമോ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനായിട്ടാണ്? നീ എൻ്റെ കണ്ണ് കണ്ടില്ലേ? അല്ല, ഒരു റാങ്കിന് എന്താടാ ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തത്? ആ ടൈമിൽ അവൾ ഒരാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അല്ല, ആ മനുഷ്യൻ പിന്നെ കാണിക്കുന്നത് അവൻ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതാണ്. എന്നിട്ട് ഹോണിംഗ് ബെൽ അടിക്കുന്നതുകൊണ്ട് ഇതവൻ കേൾക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് അവൻ പറയുന്നുണ്ട്, നീ ഗ്രീം റീപ്പർ ഗിൽഡിലെ റാങ്കിലെ. ഞാൻ കേട്ടത് ഈ ഗ്രീം റീപ്പർ ഗിൽഡ് അവളുടെ റെപ്യൂട്ടേഷൻ കുറച്ച് റൂഡായിട്ടാണെന്നാണ്. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അത് അനൗൺസ് ചെയ്യാതാ? അല്ല, ഞാനിവിടെ കേട്ടിരുന്നു ഒരു റാങ്കിന് മാനാബീസിനെയൊക്കെ പേടിയാണെന്ന്. അല്ല, അത് കൊള്ളാം. നീ എന്താടാ ഫൈറ്റ് ചെയ്യാനാണോ ഇവിടേക്ക് വന്നത്? അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ ഇവിടേക്ക് വന്നത് നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ്. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ എൻ്റെ പവർ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് എന്നിട്ട് പറയും ചെയ്യും, ഒരടി കൂടെ നീ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നീ ഇവിടെ ചാകുന്നതായിരിക്കും. പക്ഷേ നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അവൻ നേരെ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു സ്റ്റാർ ഫ്രാഗ്മെൻ്റ് ഉണ്ടല്ലോ അതെൻ്റെ തലയിലേക്ക് കുത്തി കയറ്റും. എന്നിട്ട് പറയും ചെയ്യും, ഹണ്ടർ ലീ ഇൻ സിയോക്ക്, താങ്കൾ ഇനി പേടിക്കേണ്ട കാര്യമില്ല. കാര്യം നിൻ്റെ ഓപ്പണൻസ് ഇനി മുതൽ മാജിക്കൽ ബീസ്റ്റ് ആയിരിക്കത്തില്ല. എന്നിട്ട് അവൻ നേരെ താഴത്തേക്ക് വീഴുവാണ്. ആ സമയത്ത് തന്നെ പറഞ്ഞിട്ട്, ഡാർക്ക്നെസ്, സങ് സുഹോ, ഡിസെൻഡൻസ് ഓഫ് ദി മോണാർക്ക് ഓഫ് ദി ഷാഡോസ്, ബാക്കിയുള്ള ഡിസെൻഡൻസും ഇവിടേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് അവർ നിനക്കെതിരെയാണ് നിൽക്കാൻ പോകുന്നത്. ഈ ഒരു വേരിയബിൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഈ ഒരു വേരിയബിൾ നീയും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തുമില്ല. അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ മര്യാദക്ക് യൂസ് ചെയ്യാൻ പോകുകയാണ്. ഈ ക്രാക്സൊക്കെ ഞാൻ ഉറപ്പായിട്ടും മര്യാദക്ക് യൂസ് ചെയ്യും. എന്നിട്ട് ആ ക്രാക്സ് കൊണ്ട് തന്നെ നിന്നെ ഞാൻ ഡിഫീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.